അയ്യോ, അങ്ങനെ സൂരജിന്റെ കല്യാണവും കഴിഞ്ഞു. എല്ലാം നല്ലപടി നടക്കുകയും ചെയ്തു. ഇനി എന്താണ് സീമ, പറയൂ. എന്തിനെക്കുറിച്ചാ? നിന്റെ കല്യാണത്തിനെ കുറിച്ചാ ഞാൻ ചോദിക്കുന്നത്. നീ പറഞ്ഞില്ലായിരുന്നോ സൂരജിന്റെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കാന്ന്? അത് ഞാൻ ആലോചിക്കാൻ ഇപ്പൊ എന്താ പ്രശ്നം? അതെ, നീ എന്തിനാ കല്യാണം കഴിക്കണേ? ഞാൻ ചത്തു കഴിയുമ്പോഴായിരിക്കും നിനക്ക് കെട്ടാൻ തോന്നുന്നത്. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ നിന്നെ ഒരു മണവാട്ടിയായി കാണണം. അമ്മ, ഇമോഷണലി എന്നെ അറ്റാക്ക് ചെയ്യരുത് കേട്ടോ. അതെ, മരുന്ന് കഴിക്കാൻ സമയായി. മോളെ സീമേ. അമ്മ, ഈ കാര്യം വിട്ടേ. ഞാൻ ഉള്ളതങ്ങ് തുറന്നു പറയാം. ഞാൻ എന്തായാലും കല്യാണം കഴിക്കാൻ പോണില്ല, അത് വിട്ടേരെ. സീമ ഇത്തിരി ദേഷ്യത്തോടെയാണിത് പറഞ്ഞത്. പിന്നെ കമല ഒന്നും മിണ്ടിയില്ല. മരുന്ന് കഴിച്ചങ്ങ് കിടന്നുറങ്ങി. സീമയും അവളുടെ മുറിയിലേക്ക് പോയി. അവളുടെ ഡയറിയിലുള്ള ഒരു ഫോട്ടോ നോക്കി അങ്ങനെ ഇരിപ്പായി. അവളുടെ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞപ്പോ ആ ഫോട്ടോ അവൾ തിരിച്ചതിൻ്റെ അകത്ത് വെച്ചു. എന്നിട്ട് കിടന്നുറങ്ങാൻ നോക്കി. അടുത്ത ദിവസം, ആഹാ, ഈ സാരികൾ നല്ല രസമുണ്ട്. ആ, ഇത് സീമയ്ക്ക് വേണ്ടി വെക്കാം. അമ്മ, ഇത് റെഡ് കളർ അല്ലേ? ചേച്ചിക്ക് ഇതിട്ടിട്ട് എന്തിനാണ് ആക്ച്വലി? എന്തേ, അവക്കെന്താ ചുവപ്പ് ചേരില്ലേ? അത് ചേച്ചിക്ക് ഇടാം, പക്ഷെ കല്യാണം കഴിഞ്ഞവരല്ലേ റെഡ് ഇടുന്നേ, അതുകൊണ്ടാട്ടോ. ഇത് ഞാൻ വിനീത ചേച്ചിക്ക് വേണ്ടിയാ തെരഞ്ഞെടുത്ത് വെച്ചത്. അല്ല, സീമയ്ക്ക് കൊടുക്കണമെങ്കിൽ വെച്ചോട്ടോ, കുഴപ്പമില്ല. ഇല്ല ഗരിമ, നിന്റെ ഇഷ്ടത്തിന് നീ ചെയ്താ മതി കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ചുമപ്പിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാ ചേച്ചിയുടെ കല്യാണം ഇതുവരെ നടക്കാത്തത് തന്നെ. ചുമപ്പ് നിറ ഏത് പെണ്ണിനാ ഇഷ്ടമല്ലാത്ത? കല്യാണ സാരി വരെ ചുമപ്പല്ലേ. ഞാനും വിചാരിച്ചു ചേച്ചിയെ കാണാൻ വലിയ കുഴപ്പമില്ല, നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാ കല്യാണം നടക്കാത്തേന്ന്. ചിലപ്പോ ജാതകത്തിൽ ദോഷം വല്ലതും ഉണ്ടാവുമായിരിക്കും. എന്നെ മാമൻ വലിയൊരു ജ്യോതിഷിയാണ്, വേണമെങ്കിൽ നമുക്ക്. ഇല്ല ഗരിമ, അതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം എനിക്ക് കല്യാണം കഴിക്കണം എന്നൊട്ടും താല്പര്യമില്ല. അതെനിക്ക് മനസ്സിലാവും ചേച്ചി. പ്രായം കൂടുന്തോറും നമുക്ക് കല്യാണം കഴിക്കാനുള്ള ആഗ്രഹമൊക്കെ പോകും. ഗരിമ സീമനെ കുത്തിയതാണെന്ന് ആ വാക്കുകളിലൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സീമ വീട്ടിലെ മൂത്ത കുട്ടിയായിരുന്നു. കുറച്ചു മാസങ്ങൾ കഴിയുമ്പോൾ 40 വയസ്സാവുക്ക്. സീമയ്ക്ക് 2 അനിയന്മാരും ഒരു അനിയത്തിയാണ് ഉണ്ടായിരുന്നത്. സീമയ്ക്ക് കല്യാണം കഴിക്കണ്ട എന്നൊന്നും ഉണ്ടായിരുന്നില്ല. സീമയുടെ കല്യാണപ്രായത്തിലാണ് അവളുടെ അച്ഛന് ഹൃദയാഘാതം വന്ന് മരിച്ചുപോയത്. ആ സമയത്ത് സീമ ഒറ്റയ്ക്കാണ് എല്ലാം നോക്കി നടത്തിയത്. അതുകൊണ്ട് തന്നെ കല്യാണപ്രായവും അങ്ങനെ പോയി. അതുകൊണ്ട് കല്യാണവും കഴിച്ചില്ല. ആ ഒരു വിഷമം അവളുടെ അമ്മ കമലയ്ക്ക് മാത്രമേ അറിയുള്ളൂ. അല്ല ചേട്ടത്തി, ഈ സീമ ചേച്ചി എന്താ കല്യാണം കഴിക്കാത്തെ? എന്തെങ്കിലും കുഴപ്പം വല്ലതും ഉണ്ടോ? അധികമൊന്നും എനിക്കറിയില്ല. ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനൊരു പയ്യനുണ്ടെന്ന്. അയാൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സീമ ചേച്ചി തന്നെയാ വേണ്ടെന്ന് പറഞ്ഞത്. പിന്നീട് ആ പയ്യൻ തിരിച്ചു വന്നിട്ടില്ല. അല്ല, തിരിച്ചെന്തിനാ വരുന്നത്? പുള്ളിക്കാരി എന്താ മിസ്സിന്റെ ആണോ? അത് മാത്രല്ല, ശ്രീധനായിട്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? മനസ്സിലായി. പുള്ളിക്കാരിക്ക് ഈഗോ ഉണ്ട്. 40 വയസ്സാവുക. എന്റെ വീട്ടില് ചിരിക്കുകയായിരുന്നു. അല്ല, നമുക്കെന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി കല്യാണം കഴിച്ചാലും ഇല്ലേലും വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റില്ല. അല്ല, കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു കുടുംബാവൂലേ, നമുക്ക് നമ്മുടെ കുടുംബം നോക്കണ്ടേ? ആ കാര്യം ശരിയാണ്. ഞാൻ അദ്ദേഹത്തിനോടൊന്ന് സംസാരിക്കട്ടെ. ഇവര് തമ്മിൽ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. എന്നാൽ ഇവരുടെ ഭർത്താക്കന്മാരിങ്ങനെ ആയത് സീമ കാരണമാണ്. ഏറ്റവും നല്ല കാര്യം, സീമ ആരെയും ആശ്രയിച്ചല്ല ജീവിച്ചത്. അവളുടെ ആകെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അവളുടെ വയ്യാത്ത അമ്മേനെ നന്നായിട്ട് നോക്കണം, അത്രമാത്രമായിരുന്നു. അതേ വൈകുന്നേരം, റീന, നീയോ? അതും ഈ സമയത്ത്? ശ്യാം എവിടെ? കൂടെ വന്നില്ലേ? ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവന്നില്ല, എനിക്ക് ഒറ്റയ്ക്ക് വരണമായിരുന്നു. അല്ല, സൂരജിന്റെ കല്യാണം കഴിഞ്ഞ മിനിങ്ങാന്നല്ലേ പോയത് ഇവിടുന്ന്? അതെ, സത്യം പറ റീന, നീ വഴക്കിട്ടോ ശ്യാമിന്റെ അടുത്ത്? വഴക്കിടാതെ പിന്നെ എന്ത് ചെയ്യാനാ ചേച്ചി? അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മുമ്പിൽ എന്നെ വെറുതെ കളിയാക്കുക. ഇവിടുന്ന് കഷ്ടപ്പെട്ടാ പോയത്. അവിടെ ചെന്നപ്പോ ആഹാരം ഉണ്ടാക്കാൻ പറയണം എന്നോട്. ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ചേച്ചിക്ക്? ഈ ഒരു ചെറിയ കാര്യത്തിലാണോ നീ ഇങ്ങോട്ട് വന്നത്? റീന, നീ ചെയ്തത് ശരിയല്ല. ചേച്ചിക്ക് ഭർത്താവിന്റെ വീടില്ലല്ലോ. ചേച്ചിക്ക് അറിയില്ല എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. കല്യാണം കഴിഞ്ഞാലും ഇതെന്റെ വീടും കൂടെയല്ലേ. എനിക്കും ഇവിടെ അത്രത്തോളം തന്നെ അവകാശമുണ്ടേ. റീന ഇത് പറഞ്ഞിട്ട് അങ്ങ് പോയി. സീന അവിടെ ഒന്നും മിണ്ടാതെ നിന്നു. അവൾക്ക് പറയാനും ചെയ്യാനും ഒരുപാട് കാര്യമുണ്ട്. പക്ഷേ തൽക്കാലം അവളൊന്നും മിണ്ടിയില്ല. അവൾ അവളുടെ പേഴ്സും കൊണ്ട് പുറത്തേക്ക് അങ്ങ് പോകും. കുറച്ചേരം കഴിഞ്ഞ്, വരൂ സാർ, മോസ്റ്റ് വെൽക്കം. ഞാൻ വിളിച്ചപ്പോൾ ഫോറിൽ നിന്ന് വന്നതിന് വളരെ താങ്ക്സ് ഉണ്ട്. അതെ, നിന്റെ കല്യാണമല്ലേ, അപ്പൊ പിന്നെ എന്തായാലും വന്നല്ലേ പറ്റുള്ളൂ. അതെ, വരൂ സാർ, ഞാനിപ്പോൾ തന്നെ എല്ലാവരെയും വിളിക്കാം. സൂരജ് അവന്റെ NRI ബോസ് അനികേതിനെ ഡിന്നറിന് വീട്ടിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട്, അമ്മ, ചേച്ചി എവിടെ? ഇന്ന് ഓഫീസിന് അവധിയല്ലേ, സൺഡേ അല്ലേ? അതെ, ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ പുറത്തു പോയി കാണും. ചേച്ചിക്ക് സുഖമല്ലേ? കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ടെൻഷൻ വേണ്ടല്ലോ. അത് ശരിയാ, കല്യാണം കഴിഞ്ഞാ പെണ്ണുങ്ങൾക്ക് പേഴ്സണൽ സ്പേസ് എന്ന സാധനമില്ല. ഇതാരെക്കുറിച്ചാ പറയുന്നത് സൂരജ്? സാർ, അത് എൻ്റെ മൂത്ത ചേച്ചിയാണ് സീമ. നിർഭാഗ്യവശാൽ അവരുടെ വിവാഹം കഴിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് 40 വയസ്സായി.
അത് പറയുകയായിരുന്നു. അങ്ങ് ആ ഭക്ഷണമൊക്കെ കഴിച്ചോളൂ. ഇത് കഴിക്കൂ, കരീമ ഉണ്ടാക്കിയതാ. അനിക്കേത് സൂരജിനോട് കൈ കാണിച്ച് പായസം വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ടേബിളിൽ നിന്ന് എണീറ്റ് നിന്നു. എന്തുവെച്ച് സർ, ഡിന്നർ അങ്ങേക്ക് ഇഷ്ടമായില്ലേ? ഡിന്നറൊക്കെ കൊള്ളായിരുന്നു, പക്ഷേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടപ്പെട്ടില്ല. അനിക്കേത്ത് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ സീമ മെയിൻ ഡോറിൽ കൂടെ അകത്തു വന്നു. അവൾ അനിക്കേത്തിനെ കണ്ടപ്പോ അങ്ങ് ഞെട്ടിത്തകർന്നുപോയി. പക്ഷെ അനിക്കേത്ത് നേരെ വന്ന് സീമേനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. ഇത് കണ്ടുനിന്ന് എല്ലാവരും ഞെട്ടി. കമല മാത്രം ഞെട്ടിയില്ല. എന്റെ ദൈവമേ, നിനക്ക് 100 നന്ദി. ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നത്. അനിക്കേത്, നീ ഇത്രയും നാള് കഴിഞ്ഞ് ഇവിടെ എന്തിനാ വന്നത്? നിന്നെക്കുറിച്ച് ആലോചിച്ചപ്പോ നിന്നെ കണ്ടിട്ട് മടങ്ങാന്ന് വിചാരിച്ചതാ. എന്തായാലും ഇനി പോകുന്നില്ല. മറ്റുള്ളവർക്ക് വേണ്ടി നീ എന്നിൽ നിന്ന് ഓടിക്കൊണ്ടിരുന്നു. നിനക്കാരും ഒരു ബഹുമാനവും തരുന്നില്ല അല്ലേ? മനസ്സിലായി? ഇവർക്കൊക്കെ നിന്നോട് ദേഷ്യമാ. നിന്നെ കളിയാക്കാറുണ്ട്. കാരണം നിന്റെ വിവാഹം കഴിഞ്ഞില്ലല്ലോ. നിനക്കെന്നെ കല്യാണം കഴിച്ച് എന്റെ കൂടെ ജീവിക്കാൻ കഴിയൂ? സാർ ഇതെന്തൊക്കെയായി പറയുന്നേ? സത്യാവൻ പറയുന്നത്. കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാ. രണ്ടുപേരും കല്യാണം കഴിക്കാതിരുന്നതാ. പക്ഷെ നിങ്ങൾ അനിയന്മാർക്കും അനീതിക്കും വേണ്ടി അവൾ അവളുടെ ജീവിതം ത്യാഗം ചെയ്തതായിരുന്നു. അത് തെറ്റായിപ്പോയത്. ഇനി ഈ വീട്ടിലൊരു തെറ്റും കൂടെ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതും പറഞ്ഞിട്ട് കമല അനിക്കേത്തിന്റെ കയ്യിൽ സീമയുടെ കൈ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, എന്റെ മോളെ നീ വിവാഹം ചെയ്യില്ലേ മോനെ? അവൾ ഒരുപാട് സഹിച്ചതാ മോനെ. അവളെ ഒറ്റയ്ക്കാക്കരുത്. നിന്റെ വീടിനെ സ്വർഗമാക്കും അവള്. എനിക്ക് അക്കാര്യത്തിൽ വിശ്വാസമുണ്ട്. എനിക്കറിയാമേ, സീമ ശരിയെന്ന് പറഞ്ഞാൽ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. സീമയുടെ കണ്ണ് നിറഞ്ഞുപോയി. പക്ഷെ ഇപ്രാവശ്യം അവൾക്ക് നോ പറയാൻ പറ്റിയില്ല. അങ്ങനെ സീമയുടെ കല്യാണം അനിക്കേത്തുമായി നടക്കും. മൽക്കാഗഞ്ച് ഗ്രാമത്തിൽ സോനം അവളുടെ അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്. സോനമിന്റെ അച്ഛൻ മരിക്കാൻ കാരണം മദ്യപാനമായിരുന്നു. കുറച്ചുനാളായി മരിച്ചിട്ട്. ഭർത്താവ് മരിച്ചതിന് ശേഷം വിമല തന്നെയാണ് സോനമിനെ നോക്കാൻ തുടങ്ങിയത്. വിമല പറമ്പിൽ കുറച്ച് പച്ചക്കറികൾ കൃഷി ചെയ്ത് പച്ചക്കറികൾ ഉന്തുവണ്ടിയിൽ വെച്ച് വഴിയോരം വിൽക്കുമായിരുന്നു. അതുവഴിയാണ് അവരുടെ ചെലവൊക്കെ നടക്കുന്നത്. വരൂ വരൂ, പച്ചക്കറികൾ വാങ്ങിക്കൂ. ഒരസുഖം പോലും വരത്തില്ല. ഞങ്ങളുടെ പച്ചക്കറി അത്രയും ഫ്രഷാണ്. നിങ്ങളുടെ പച്ചക്കറികൾ പുതിയതും കേടുവരാത്തതുമാണ്. അല്ല, ഈ ചീരയ്ക്കെന്താ വില? അതെ, എല്ലാ പച്ചക്കറികളും 30 രൂപയാണ് കിലോ. എന്ത് വേണോ നിങ്ങൾ എടുത്തോളൂ. എങ്കിൽ ഈ ചീര 1 കിലോയും പിന്നെ മത്തൻ 1/2 കിലോയും ആ കാണുന്ന ചക്ക 1 കിലോയും തന്നേക്ക്. ശരി ചേട്ടാ, ഇപ്പൊ തന്നെ തരാം. വിമല അവളുടെ മോളെ സർക്കാർ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. വിമല നട്ടുച്ച വെയിലത്താണ് ഈ കിടന്ന് പച്ചക്കറികൾ വിൽക്കുന്നത്. ആ കാശ് കൊണ്ടാണ് വീട് നോക്കുന്നത്. അതിന്റെ കൂടെ മോളുടെ പഠിത്തം, കുറച്ച് പൈസ സോനമിന്റെ കല്യാണത്തിന് വേണ്ടി മാറ്റിവെക്കും. അമ്മ വന്നോ? ഇനി കൈയൊക്കെ കഴുകിയിട്ട് വാ, ഞാൻ ആഹാരം തരാം. ശരി മോളെ, നീ കഴിച്ചായിരുന്നോ? ഇല്ല അമ്മ, ഞാൻ അമ്മ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. രാവിലെ തൊട്ട് കഷ്ടപ്പെടുവല്ലേ, തളർന്നു പോവില്ലേ? കഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ എന്റെ പൊന്നുമോളുടെ കല്യാണത്തിന് പൈസ ഉണ്ടാക്കുന്നത് ഞാൻ? അങ്ങനെ വർഷങ്ങൾ നീണ്ടുപോയി. സോനം 12ാം ക്ലാസ് കഴിഞ്ഞു. അങ്ങനെ ഇരിക്കവേ സോനം സർപഞ്ചിന്റെ മോളുടെ റോഷ്നിയുടെ കല്യാണത്തിന് അമ്മേനെയും കൊണ്ട് പോകും. അവളുടെ ലെഹങ്ക കണ്ട് അവൾ ഞെട്ടിപ്പോകും. ആഹാ റോഷ്നി, നിന്റെ ലെഹങ്ക എന്ത് ഭംഗിയാണ്. ഭംഗിയുള്ളതായിരിക്കുമല്ലോ, കാരണം അതിന് നല്ല വിലയുണ്ട്. നീ എന്തായാലും ഇതൊന്നും ആഗ്രഹിക്കണ്ടാട്ടോ. പാവപ്പെട്ടവർക്കൊന്നും ഇതുപോലത്തെ ബ്രൈഡൽ ലെഹങ്ക ഇടാനൊന്നും പറ്റില്ല. നീ പറ്റുവാണെങ്കിൽ നിന്റെ അമ്മയുടെ പഴയ സാരി എടുത്തൊരു ലെഹങ്ക ഉണ്ടാക്കോ കല്യാണത്തിന്. റോഷ്നി ഇത് പറഞ്ഞപ്പോൾ സോനമിന് വിഷമമായി. നീ വിഷമിക്കണ്ട മോളെ, നിന്റെ അമ്മയ്ക്ക് എന്തോരം പറ്റുമോ അതുപോലെ നിനക്ക് ഒരു ലെഹങ്ക തരും. റോഷ്നിയുടെ ചിറ്റമ്മ ആശ സ്വന്തം മകനെയും കൊണ്ട് ആ കല്യാണത്തിന് വന്നിരുന്നു. സോനമിനെ കണ്ടതോടെ ചിറ്റമ്മ അവളെ തന്നെ ഇങ്ങനെ നോക്കാനും തുടങ്ങി. റോസാപ്പൂവിന്റെ നിറമുള്ള ഈ സൂട്ടിട്ടിട്ട് ഈ വെളുത്ത കുട്ടീനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. റോനക്കിന് വേണ്ടി ഈ കുട്ടീനെ നോക്കിയാലോ എന്ന് ആലോചിക്കുവോ ഞാൻ. അതെ അമ്മ, പെണ്ണ് നല്ല രസമുണ്ട്. റോനക്കിനും ആദ്യമേ കണ്ടപ്പോ തന്നെ അവളെ അങ്ങ് ഇഷ്ടപ്പെട്ടു. കല്യാണത്തിന് കുറച്ചു ദിവസം കഴിഞ്ഞ് ആശ അവളുടെ 2 മക്കളെയും കൂട്ടിക്കൊണ്ട് സോനമിന്റെ വീട്ടിലേക്ക് വരും. സോനമിനെ റോനക്കിന് വേണ്ടി ആലോചിക്കും. ചേച്ചി, ഞാനൊരു പച്ചക്കറിക്കാരിയാണ്. ഇത്രയും വലിയ വീട്ടിലേക്ക് എന്റെ മോളെ അയക്കാൻ ഗതിയില്ല. ആന്റി, ബന്ധങ്ങൾ പണത്തിന്റെ പേരിലല്ല, ഹൃദയത്തിന്റെ പേരിലാണ് വേണ്ടത്. ആദ്യ കാഴ്ചയിൽ തന്നെ സോനത്തിന് ഇഷ്ടമായി. നീ പറഞ്ഞത് സത്യാ മോനെ. ഞങ്ങൾക്ക് ഈ കല്യാണം കൊണ്ട് ഒരു കുഴപ്പവുമില്ല. മോൾക്ക് ഇതുപോലെ വലിയൊരു ആലോചന വന്നതിൽ വിമല സന്തോഷിച്ചു. വിമല ശേഖരിച്ചു വെച്ച പൈസ എടുത്തു. അവൾ അവളുടെ മകളുടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി. എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് അവൾ മോൾക്ക് വേണ്ടി ഒരു ബ്രൈഡൽ ലെഹങ്ക എടുക്കാൻ വേണ്ടി സോനമിന്റെ കൂടെ നഗരത്തിൽ ഒരു വലിയ കടയിൽ പോയി ബ്രൈഡൽ ലെഹങ്ക വാങ്ങി. എനിക്കറിയാം മോളെ, നിനക്ക് സർപഞ്ചിന്റെ മോളുടെ പോലത്തെ ലെഹങ്ക വായിക്കാനല്ലേ ആഗ്രഹം.
പക്ഷെ നിന്റെ അമ്മയുടെ അടുത്ത് അത്രയും പൈസ ഇല്ല നിനക്ക് അത്രയും വില കൂടി ഇത് തരാൻ. ഒരു കുഴപ്പമില്ല അമ്മ, ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നാളെ എന്താവുമെന്ന് നമുക്കെങ്ങനെ അറിയാം? കല്യാണത്തിന് ഒരു ദിവസം മുമ്പ് സോനമിന്റെ ബ്രൈഡൽ ലെഹങ്ക കാണാതെയായി. എല്ലാരും അതും ഇതും പറയാൻ തുടങ്ങി. അയ്യോ, ഇതെന്തൊരു അപശകുനമാണ്! കല്യാണ പെണ്ണിന്റെ ലെഹങ്ക കാണാതെയായി. ഇത് വല്ലാത്ത കുഴപ്പമായല്ലോ. പാവം വിമലയുടെ അടുത്താണെങ്കിൽ അത്ര പൈസ പോലും ഇല്ല വീണ്ടും ഒരു ലെഹങ്ക വാങ്ങിക്കൊടുക്കാനേ. പാവം എന്റെ അമ്മ എന്തോരം കഷ്ടപ്പെട്ട് പച്ചക്കറി വിറ്റ് വാങ്ങിത്തന്ന ലെഹങ്കയായിരുന്നു. ഇനി എന്താകും? സോനമിന്റെ നാത്തൂൻ ഈ കാര്യം അറിഞ്ഞപ്പോ അവൾ സിറ്റിയിൽ പോയിട്ട് നല്ലൊരു ബ്രൈഡൽ ലെഹങ്ക തന്നെ അവൾക്ക് വാങ്ങിക്കൊടുത്തു. അത് കണ്ട് സോനം ഞെട്ടിപ്പോയി. അതെ, ഇതാ ലെഹങ്ക തന്നെയല്ലേ സർപ്പഞ്ചിന്റെ മോള് അത് പിന്നെ റോഷനി കല്യാണത്തിനിട്ടത്? അതെ അതെ, അവള് തന്നെയാ പറഞ്ഞത് നിനക്ക് ആ ലെഹങ്ക ഇഷ്ടമായെന്ന്. പക്ഷെ വില കൂടുതൽ കാരണം നിനക്ക് കല്യാണത്തിന് അതെന്തായാലും വാങ്ങാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് നിന്റെ കല്യാണ ലെഹങ്ക കാണാതെ ആയെന്ന് അറിഞ്ഞപ്പോ ഞാനത് നിനക്ക് വേണ്ടി വാങ്ങി. ചേച്ചി, നിങ്ങൾ എന്ത് നല്ലതാ. താങ്ക് യു സോ മച്ച് മോളെ, നിനക്ക് ഒരുപാട് നന്ദി. നീ ഞങ്ങളുടെ അഭിമാനമാണ് ഇപ്പൊ രക്ഷിച്ചത്. സോനം എന്റെ കുഞ്ഞനിയത്തെ പോലെയാണമ്മ. അവൾക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? ഇനി നാളെ നീ ഈ ലെഹങ്ക ഇട്ടിട്ട് കല്യാണപ്പെണ്ണാവണേ. ഞങ്ങള് പയ്യനെയും കൊണ്ടങ്ങ് വന്നേക്കാം, ഞങ്ങളുടെ മരുമോളെ കൊണ്ടുപോവാനേ. അടുത്ത ദിവസം സോനം ആ ബ്രൈഡൽ ലെഹങ്ക ഇട്ടു വന്നപ്പോ അവൾ ഒരു അപ്സരസിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും അവളെ തന്നെ നോക്കി. റോഷ്നി ആണെങ്കിൽ ഇത് കണ്ട് ഞെട്ടിപ്പോയി. സോനമിനെ ആ ഒരു ബ്രൈഡൽ ലെഹങ്കയിൽ കാണുമ്പോൾ വിമലയുടെ കണ്ണു നിറയും. അങ്ങനെ സോനമിന്റെ കല്യാണം റോണക്കുമായി അടിപൊളിയായിട്ട് നടക്കുകയും ചെയ്യും. Thanks for watching.